ഓ എന്റെ ഫോൺ ഇത് കണ്ടാ ജപ്പാൻ തരുമോ കുറച്ച് മോനെ വന്നപ്പോ ഒരു അടിപൊളി വ്യൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ? ഗുഡ് മോർണിംഗ് പീപ്പിൾ. ബിഫോർ വി ഗെറ്റ് സ്റ്റാർട്ടഡ്, ഇതൊരു 2 പാർട്ട് വീഡിയോ ആയിരിക്കും. ഈ പാർട്ടിൽ IITയും തഞ്ചാവൂരും ആയിരിക്കും കാണുന്നത്. അപ്പോൾ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഒരു ട്രെയിൻ പിടിച്ചു, തൃശ്ശൂർ സുബ്രുവിനെ പൊക്കി. നമ്മളിപ്പോൾ MGR സെൻട്രലിലുണ്ട്. എന്ത് ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും ഒന്നും ഒരു പിടുത്തമില്ല. ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കറക്ക പരിപാടിയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ. ബിനാപ്പി നമ്മളെ പിക്ക് ചെയ്യാൻ എവിടെയാണ് വരുന്നത്? ഗിണ്ടിയിൽ വരും. അപ്പം നമ്മൾ അണ്ടർഗ്രൗണ്ട് മെട്രോ എടുത്തിട്ട് ഗിണ്ടിയിലോട്ട് ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത്. ഇനി അണ്ടർഗ്രൗണ്ട് മെട്രോ കണ്ടുപിടിക്കട്ടെ. ഇത്ര ആളുകൾ നമ്മുടെ വണ്ടിക്കകത്തുണ്ടായിരുന്ന ആളുകളല്ലേ? ഓക്കെ, ഇത്ര ആളുകളെ ഒരു ദിവസം ഈ റെയിൽവേ ക്യാരി ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. എല്ലാവരും നമ്മൾ നടക്കുന്ന ദിശയിലല്ല നടക്കുന്നത്, എല്ലാവരും നടക്കുന്ന ദിശയിൽ നമ്മൾ നടക്കുന്നത്. അതാണ് കറക്റ്റ്. ഇവിടെ വരെ ഉള്ളൂ. ഇതാണ് ഫൈനൽ എൻഡ്. മനസ്സിലായോ? അപ്പം ഈ ഒരു സാധനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചെന്നൈ കുറേ സിനിമകളിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ നമ്മുടെ മെട്രോ സ്റ്റേഷനിലേക്കുള്ള വഴി കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളവിടെ ചോദിച്ചപ്പോൾ ഫ്രണ്ടിൽ എവിടെ ആണ് മെട്രോ സ്റ്റേഷൻ? അത് തന്നെ, ഈ കാണുന്നതാണ് മെട്രോ സ്റ്റേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് ചാനൽ 66 ആൻഡ് ദിസ് ഇസ് മീ ആനന്ദൻ ആൻഡ് ടുഡേ വി ആർ എക്സ്പ്ലോറിംഗ് ചെന്നൈ. സുബ്രു ബിനുവിനെ വിളിച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വളരെ കൂലങ്കഷമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല. എനിക്കൊരു ട്രെയിൻ ടിക്കറ്റ് എടുത്ത് ഇവിടെ ചെന്നൈ വരെ വരാനുള്ള ഒരു വിവരം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ശ്രുതിയും ബിനുവും കൂടെ സെറ്റ് ചെയ്യുമെന്നാണ് നമ്മുടെ വിശ്വാസം. ചെല്ലുമ്പോൾ അറിയാം എന്തൊക്കെ സെറ്റായിട്ടുണ്ട് എന്തൊക്കെ സെറ്റായിട്ടില്ല എന്ന്. എന്തായാലും നമ്മളൊരു വണ്ടി റെൻറ്റിന് എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരു അണ്ടർഗ്രൗണ്ട് മെട്രോയിൽ കയറുന്നത് എന്ത് തോന്നുന്നു. അങ്ങനെ നമുക്ക് പോകാനുള്ള വണ്ടി വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ ഗിണ്ടിയിൽ ഇറങ്ങണം. സുബ്രു പ്രാർത്ഥിച്ച് കയറിക്കോട്ടെ. വെള്ളിയാഴ്ച 10:15 എന്നാലും മെട്രോയ്ക്ക് നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആളുകളെല്ലാം മെട്രോ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. സൺസ്ക്രീൻ എടുത്തിട്ടുണ്ടോ? ഉണ്ടല്ലേ? കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്നതല്ലേ? എന്താ സാറല്ല, ഞാൻ ഇച്ചിരി ടാൻ അടിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. നീ ശ്രദ്ധിച്ചാൽ മതി. പ്രശ്നം നെക്സ്റ്റ് ഇല്ലല്ലേ? ഇല്ലല്ലോ. ഇതിനകത്ത് മൊത്തം എഴുതി വെച്ചിരിക്കുന്നത് തമിഴിലായതുകൊണ്ട് തമിഴോട്ട് വായിക്കാനും അറിയില്ല. ഇതായിരുന്നു നമ്മൾ വന്ന വണ്ടി. നമ്മൾ കയറിയത് അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനിൽ, നമ്മൾ ഇറങ്ങുന്നത് അണ്ടർഗ്രൗണ്ട് അല്ലാത്ത സ്റ്റേഷനിലാണ്. ഇനി എടാ ബിനുവിനെ ഒന്ന് വിളിച്ചേ, അവൻ ഫ്ലൈ ഓവർ പറഞ്ഞുതരാമെന്ന് പറഞ്ഞായിരുന്നു. ഈ ഫ്ലൈ ഓവർ കയറി ഇറങ്ങുമ്പോഴത്തേക്കും ബിനു അവിടെ ഉണ്ട്. ഓ എൻ്റെ ഫോൺ ഇത് കണ്ടാ ഇൻഡിഗോ. ഈ ഫ്ലൈ ഓവർ കയറി ഇറങ്ങുമ്പോഴത്തേക്കിനും അവൻ അവിടെ ഉണ്ടാവും അല്ലേ? നേരം വെളുത്തിട്ട് ഇതുവരെ പല്ല് പോലും തേച്ചിട്ടില്ല. വിശക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിനി അടുത്ത പരിപാടി നേരെ IIT മദ്രാസ് പിടിക്കുക എന്നുള്ളതാണ്. അവിടെ പോയി ഫ്രഷപ്പ് ആവാം. ബിനാപ്പിയുടെ റൂമിൽ പോയിട്ട് ഫ്രഷപ്പ് ആയിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ബാക്കി പരിപാടി പിടിക്കാമെന്നാണ് ഇപ്പോഴത്തെ പ്ലാൻ. ബാക്കിയൊക്കെ പിന്നെ. ബിനു വന്നു ബിനാപ്പി വന്ന്. ബിനാപ്പി നിക്ക് ഡിക്കിക്കകത്ത് ഇത് വെക്കണ്ടേ? അല്ല കുറവാണോ? തുറന്നു നിക്ക് ഇതൊന്ന് വെക്കട്ടെ. അപ്പൊ നേരെ IIT. മോനെ നമ്മളങ്ങനെ ചെന്നൈ എത്തി. വട മീൻസ് നോർത്ത്. വടക്ക്. എടാ വിശക്കുന്നടാ. എനിക്ക് എന്തോ നമ്മൾ നേരെ അവിടെ പോയി IIT പോയിട്ട് എന്താ പരിപാടി? അവിടെ എന്തൊക്കെ കിട്ടൂടാ? ഇതുണ്ടോ? മസാല ദോശയും വടയും ചായയും കിട്ടുമോ? അതറിഞ്ഞാ മതി. മോനെ സുബ്രു ഒക്കെ വണ്ടി കയറി കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്നു. ട്രെയിനില് ഞാൻ എപ്പോ എണ്ണീച്ച് നോക്കിയാലും സുബ്രുവിന്റെ മുഖത്ത് ഇങ്ങനെ ഒരു കൈ ഓരോ ഉറക്കം. ഞാൻ രാവിലെ എണ്ണീച്ച് നോക്കിയപ്പോഴത്തേനും എന്റെ 2 കണ്ണും ബൾബ് പോലെ കത്തിയിരിക്കുന്നു. മാത്രല്ല ഇപ്പോൾ ഓപ്പോസിറ്റ് നേരെ കുട്ടിയും ഒരു അച്ഛനും. എനിക്കൊന്ന് ആ കുട്ടിയുടെ ഇന്റർവ്യൂവിന് പോകാൻ തോന്നി കേട്ടോ. അപ്പൊ അച്ഛന് അതിനോട് താല്പര്യമില്ല. പുള്ളി ഭയങ്കര ഉപദേശം, മോളെ ഇതൊന്നുമല്ല നമുക്ക് വേണ്ടേ, നമ്മൾ എക്സാം എഴുതി സെൻട്രൽ ഗവൺമെന്റിലോ സ്റ്റേറ്റ് ഗവൺമെന്റിലോ കയറുക, ടു മച്ച് പ്രഷർ.
3 months പ്രഷർ. എനിക്കാണെങ്കിൽ കയറി പറയണമെന്നുണ്ട് മോളെ ഇതിനകത്തൊന്നും തല വെച്ച് കൊടുക്കല്ലേ, നമ്മുടെ വർഷങ്ങൾ പോകുന്നൊക്കെ. പക്ഷെ പുള്ളിക്കാരനുമായിട്ട് എനിക്ക് ഐ കോണ്ടാക്ട് കിട്ടുന്നില്ലായിരുന്നു. ഇല്ല, ഐ കോണ്ടാക്ട് കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മളൊരു കോൺവെർസേഷൻ ഇനിഷ്യേറ്റ് ചെയ്തില്ല. എടാ ഇത്രയും നാളായിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ട് നിനക്ക് നിന്റെ അങ്ങോട്ട് പോകാനോ മാപ്പിടാതെ പോകാൻ അറിയത്തില്ലടാ. അതെ, തൃശ്ശൂർ റൗണ്ട് ഇറങ്ങി നിന്നിട്ട് എടാ എങ്ങോട്ടാ പോകണ്ടത്, 4 പേര് 4 ഡയറക്ഷന്. ഇത്രേ ഉള്ള തൃശ്ശൂരെന്ന്. അണ്ടർഗ്രൗണ്ട് മറ്റേ സാധാരണ ഉള്ള മെട്രോ ആയിരുന്നല്ലേ? ഇത് അണ്ടർഗ്രൗണ്ട് പ്ലസ് ഓവർബ്രിഡ്ജ് മെട്രോ അല്ലേ? ജപ്പാൻ ടെക്നോളജി ആണെന്ന് തോന്നുന്നു. സംയുക്തമായിട്ട് ഉള്ള പരിപാടി. ജപ്പാൻ. അപ്പൊ നമ്മള് MGR സെന്ററിൽ ഇറങ്ങിയിട്ട് അണ്ടർഗ്രൗണ്ട് മെട്രോ എടുത്ത് ഗിണ്ടി വന്നു. നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ നിന്നാണ് ഗിണ്ടി കയറിയത്. തിരിച്ചു വന്നത് നേരത്തെ ഓവർബ്രിഡ്ജ് ഉള്ള മെട്രോയിലാണ് നമ്മൾ ഇറങ്ങിയത്. അവിടുന്ന് നമ്മൾ നേരെ ഇവിടെ ഇതേടാ ജംഗ്ഷൻ, അടയാർ ജംഗ്ഷനിൽ വന്നിട്ട് നമ്മൾ യൂട്ടേൺ എടുത്ത് നമ്മൾ നേരെ ഇനി IIT പോവാണ്. പോയി ഒന്ന് ഫ്രഷ് ആവണം, പല്ല് കഴിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ആ കാണുന്ന ലോക്കൽ ട്രെയിനാ IIT മദ്രാസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ്. ഇവിടെ നമുക്ക് എന്തെങ്കിലും കാണിക്കാനുണ്ടോ? ആണോ? ഇത് ഡൽഹി അവന്യോ? അത് ഓക്കെ. എന്താ വ്യത്യാസം? എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റേഡിയം സൈഡിലേക്ക് പോകുന്നത്, നമുക്ക് അങ്ങോട്ട് ഇപ്പൊ പോവാം. സ്റ്റേഡിയം നമുക്ക് അതായത് ഫുഡ് കഴിക്കുന്നത്. അല്ല ആദ്യം ഒന്ന് ഫ്രഷ് ആവണോടാ, ഓരോ വൈൽഡ് ലൈഫ് ഇതിനകത്ത് മാൻ നിൽക്കുന്നു. അതെ, അവരുടെ സ്ഥലത്ത് ഏറിയാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഒന്ന് മാറി തരുമോ കുറച്ച്? അതെ, ലോകത്തിലേക്കുള്ള ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സ്ഥലമാണിത്. നമ്മൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തൂടാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫീലിംഗ് സോ പ്രൗഡാ. നീ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, നീ എൻ്റെ ഫ്രണ്ട് ആണെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആണ് ബിനു. നമ്മൾ വരുന്നത് പ്രമാണിച്ച് ബിനു രാവിലെ ഒന്നും കഴിച്ചിട്ട് കൂടിയില്ല. എന്ത് സ്നേഹനിധിയായ കൂട്ടുകാരനാണ്. സ്നേഹം കൂടുന്നുണ്ടോ എന്ന് ചെറിയൊരു ഡൗട്ട്. അയ്യോ, അങ്ങനെ നമ്മളൊരു വലിയൊരു യാത്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വന്നിട്ട് ഇനി ഒന്ന് റെസ്റ്റ് ചെയ്ത് റിലാക്സ് ചെയ്ത് ഒന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോകണം. ബിനു ഒന്നും കഴിച്ചിട്ടില്ല. നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഇരുന്നിരുന്നു. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പായി. ഇപ്പം നമ്മളിനി ബ്രഞ്ച് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ എല്ലാം പ്ലാൻ ചെയ്തെടുത്ത്, പക്ഷെ ബെൽറ്റ് മാത്രം എടുത്തില്ല. ഇതിപ്പോ പാൻറ് നടക്കുമ്പോൾ ഊരി പോവാം. എന്ത് ചെയ്യും, സാരല്ല, ഇങ്ങനെ പിടിച്ച് നടക്കാം. എടാ മറ്റേ ഇല്ല കയറായാലും മതിയോ? ഊരി വരൂടാ. സ്നേഹനിധിയായ ബിനു അവന്റെ ബെൽറ്റ് എനിക്ക് ഊരിത്തന്നിരിക്കുന്ന സുഹൃത്തുക്കളെ. അപ്പൊ അങ്ങനെ നമ്മൾ കുളിച്ച് റെഡിയായി ഫ്രഷായി. ഇനിയും ബിനാപ്പി നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ബ്രഞ്ചാണ്. എന്താണ് നമ്മൾ കഴിക്കാൻ പോണേ? തലശ്ശേരി ബിരിയാണി ഉണ്ടോന്ന് നോക്കാം. ഓക്കെ, നമ്മളെങ്ങോട്ടാണ് കഴിക്കാൻ പോണേ? സൈത്തൂൺ എന്ന് പറഞ്ഞിട്ട്. സൈത്തൂൺ ഒരു പ്രാണി. തൃശ്ശൂർ, കോഴിക്കോടാണ്. അപ്പോൾ അവിടാണ് നമ്മൾ ഇന്നത്തെ ലഞ്ചിന്റെ പരിപാടി അല്ല ബ്രഞ്ചിന്റെ പരിപാടി. പിന്നെ ഇവിടെ ശ്രദ്ധിച്ചൊരു സാധനം എന്ന് വെച്ചാൽ ഇവിടെ ഇഷ്ടംപോലെ മാനുകളെ നമുക്ക് കാണാം. അപ്പൊ അവർക്കാണ് കൂടുതൽ പ്രിഫറൻസ്. നമുക്ക് ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മാക്സിമം 20 കിലോമീറ്റർ മാത്രമേ ഇവിടെ ഓടിക്കാൻ പറ്റുള്ളൂ ക്യാമ്പസിനകത്ത്. അപ്പൊ അവിടെ മാക്സിമം 20-25. അപ്പം മാൻ ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കും. അതിപ്പോൾ ഇവിടുത്തെ ഏറ്റവും കൂടിയ ആളാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കും. എന്നിട്ട് അവർ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പയ്യെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകും. അതാണ് ഇവിടുത്തെ ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു ട്രാഫിക് നിയമം എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള നമ്മളെല്ലാവരും പാലിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ജംഗ്ഷനിലും സെക്യൂരിറ്റി പേഴ്സൺ നമ്മളോട് ഇപ്പോൾ സ്പീഡ് കൂടുതലാണെങ്കിൽ അവർ സ്ലോ ചെയ്ത് പോകാനൊക്കെ പറയും. അങ്ങനെ നല്ലൊരു ട്രാഫിക് കൾച്ചർ ഉള്ളൊരു ക്യാമ്പസാണ് IIT മദ്രാസ്. ഇപ്പം മറ്റേ വാർ സിറ്റുവേഷൻ ആയതുകൊണ്ട് ഗ്യാസിൻ്റെ ഇഷ്യൂ നമ്മുടെ IIT മദ്രാസിലും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. കുറേ മെനു ഒക്കെ വെട്ടി കുറച്ചിട്ടുണ്ടെന്നാണ് ബിനാപ്പി പറഞ്ഞേക്കുന്നത്. അങ്ങനെ സെയ്ത്തൂണിൽ നമ്മൾ ഓർഡർ ചെയ്തത് നമ്മുടെ ദം ബിരിയാണി. ഇതിനകത്ത് 2 ദമ്മും ഒരു ബാർബിക്യൂ ഉണ്ടോ?
ബാർബിക്യൂ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജ്യൂസോ കഴിച്ച ക്ഷീണത്തിൽ നമുക്ക് എന്ത് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെ ഇരിക്കുക. ഒരാൾ പറയുന്നത് തെക്കോട്ട് പോകാൻ, ഒരാൾ പറയുന്നത് വടക്കോട്ട് പോകാൻ, അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തം പറയുന്നത് ആ സിനിമയ്ക്ക് പോകാൻ. കേരളത്തിൽ നിന്ന് ഒരു ട്രെയിൻ യാത്ര ചെയ്ത് ചെന്നൈ വന്നിട്ട് സിനിമയ്ക്ക് പോകണം പോലെ. ഓക്കെ, അപ്പോ നമ്മൾ രാവിലെ വന്ന് ഇവിടെ IIT മദ്രാസിലെ മാനുകളെയൊക്കെ കണ്ട് ഒരു ബിരിയാണി കഴിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ റൂമിൽ വന്ന് കിടന്ന് ഞങ്ങളങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തം പോയല്ലോ. ഇനി നമ്മുടെ പ്ലാൻ, ഇപ്പോഴാണ് പ്ലാനൊക്കെ ഒന്ന് ഓണായത്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പോയി, നമ്മൾ നേരെ തഞ്ചാവൂർ പോയി, തഞ്ചാവൂരിൽ നിന്ന് പോണ്ടിച്ചേരി തിരിച്ചു വരാമെന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ. നമ്മൾ IIT വിടുകയാണ്. IIT ഇതിനകത്തൊരു സെപ്പറേറ്റ് ലോകമാണ് കേട്ടോ, സത്യം ശരി. ഇതിനകത്ത് ജീവിച്ച് പഠിക്കുക എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ്. കൈൻഡ് ഓഫ് ഗുരുകുല, അതന്നെ ആ ഒരു സെറ്റപ്പാ. കൊള്ളാം. ഇതിനകത്ത് മാഞ്ചാതി പല ടൈപ്പ് സാധനങ്ങൾ ഇതിനകത്ത് കാണാൻ പറ്റും. മുതലയൊക്കെ ഉണ്ടെന്നല്ലേ? അതെ അതെ, കോ എക്സിസ്റ്റൻസ് ആണ്. മുതലയൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. മുതലുണ്ടല്ലോ അല്ലേ? മറ്റൊരു പുല്ലുണ്ട്. ഇഷ്ടം പോലെ അപ്പാർട്ട് ഫ്രം തള്ളൽ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും കാണിച്ചു തരാം. ഇവിടെ ഒരു മാൻ നിപ്പുണ്ട്. നമ്മൾ IITയുടെ എക്സിറ്റ് ഗേറ്റിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ അങ്ങോട്ട് പോയപ്പോൾ നമ്മളോട് വീഡിയോ എടുക്കരുതെന്നാണ് പറഞ്ഞത്. 1950കളിൽ ഒരു കാട് ചൂസ് ചെയ്യുക, ആ കാടിനെ ആവാസ വ്യവസ്ഥയെ ശല്യം ചെയ്യാതെ അവിടെ കുറേ ബിൽഡിങ്സ് ഇൻഫ്രാസ്ട്രക്ചറും കൊണ്ടുവരിക, അവിടെ ഒരു വേൾഡ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് റൺ ചെയ്യുക, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചുറ്റും ഒരു വലിയൊരു സിറ്റി ഡെവലപ്പായി വരിക. IIT മദ്രാസ് എന്ത് അടിപൊളിയാണല്ലേ, സൂപ്പറാട്ടോ. അതെ, മഞ്ഞായം. ഇവിടെ പഠിക്കുക അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് അനദർ ലെവൽ കൈൻഡ് ഓഫ് തിങ്. ബിനു, അഗെയിൻ ഐ ആം സോ പ്രൗഡ് ഓഫ് യു. സൂപ്പർ പ്രൗഡല്ല പിന്നെ ബിനുവിന്റെ ഈ സാധനമൊക്കെ പൊങ്ങി വന്നപ്പോ ഞാൻ ഇത്രയ്ക്ക് വലിയ അടിപൊളി മനുഷ്യനല്ലേ. നേരത്തെ ഒരു ചായ കുടിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയാണ് സുഹൃത്തുക്കളെ. വണ്ടി എവിടെ കൊണ്ടിട്ടുണ്ട്, പെറ്റി അടിക്കൂലെന്ന് വിചാരിക്കുന്നു. നല്ലൊരു തമിഴ്നാട് സ്റ്റൈൽ ചായ മുരിഞ്ഞ വടയും കിട്ടുമെന്ന് നോക്കട്ടെ. എവിടെ പോയാലും മലയാളികളുടെ മന്തി വികാരം, നെഹദി മന്തി ഫീച്ചറിങ് ഫ്രം ചെന്നൈ. കൊള്ളല്ലേ, അവരുടെ റൈസ് ആണ് അവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നെഹദിക്കാരുടെ റൈസും പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്ന ഒരു കട്ടൻ ഉണ്ടല്ലോ, അത് നൈസാണ്. ഈ കട്ടൻ കാപ്പി, കട്ടൻ ചായ, സുലൈമാൻ, ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ഒരു കടയിൽ പോയിട്ട് കട്ടൻ വേണമെന്ന് പറഞ്ഞു, അയാൾ എനിക്ക് തേയിലുള്ള കട്ടൻ. ഞാൻ എന്നിട്ട് പിന്നെ ഇപ്പൊ പോയി പറയുന്നത് എന്താ അറിയോ, കറക്റ്റ് കട്ടൻ വേണം, അതായത് കറുത്ത കളറിൽ ഇരിക്കുന്ന കാപ്പി എനിക്ക് വേണമെന്ന് പറഞ്ഞു. അതായത് നമുക്ക് കട്ടൻ എന്ന് പറയുന്നത് നമുക്ക് കറുത്ത കളറിലുള്ള കാപ്പിയാണ് നമുക്ക് കട്ടൻ. ചായ കട്ടനാവില്ല, ചായ നമ്മൾ പറയുന്നത് തേയില വെള്ളം എന്ന് പറയുന്നത്. കട്ടൻ കാപ്പി, അങ്ങനെയല്ലേ? കട്ടൻ കാപ്പി കറുത്തതും കട്ടൻ ചായ. അപ്പൊ കട്ടൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇതൊരു കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ് ഗൈസ്. നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഒരു ക്ലാരിറ്റി ഇതിനകത്ത് വരുത്തേണ്ടതുണ്ട്. ഇപ്പൊ കട്ടൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് കിട്ടുക? കട്ടൻ ചായ ആണോ, കട്ടൻ കാപ്പിയാണോ, അതോ തേയില വെള്ളമാണോ? കമന്റ് തരുമോ? നമ്മൾ ചെറിയ ലേറ്റ് ഒന്നുമല്ല, നമ്മളൊരു 5-6 മണിക്കൂർ ലേറ്റ് ആണ്. എന്താ? അപ്പം ശ്രുതിയുടെ മമ്മിയെ തൃശ്ശൂരിലേക്ക് ബസ് കയറ്റി വിട്ടിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മളിനി തഞ്ചാവൂരോട്ട് പോകുന്ന വഴി ചെല്ലുന്ന സമയത്ത് നമ്മൾ തഞ്ചാവൂർ ചെല്ലുന്നു. ആൻഡ് തഞ്ചാവൂർ അമ്പലമൊക്കെ കാണുന്നു, ലൈറ്റ് കാണുന്നു. നമ്മൾ തിരിച്ച് അവിടെ ഒന്ന് ഫ്രഷപ്പ് ആവുന്നു, തിരിച്ച് പോണ്ടിച്ചേരിക്ക് വരുന്നു. ഇതാരത്? ബൈ.
പോടി. ഓക്കെ, ആളായി ആരമായി. ഇനി ട്രിപ്പാണ്, ഒരു പ്ലാനും ഇല്ല. ഇനി നമ്മൾ നേരെ തഞ്ചാവൂർ പോവാം. എപ്പോൾ ചെല്ലുമെന്ന് എങ്ങനെ ചെല്ലുമെന്ന് ഒന്നും അറിയത്തില്ല. പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണം. അപ്പം കാമാണ് പരിപാടി. ശ്രുതി എവിടെ? ഓക്കെ, ലെറ്റ്സ് ഗോ. വണ്ടി CNG ആയതുകൊണ്ട് നമ്മൾ കുറച്ച് CNG കൂടെ ഫില്ല് ചെയ്യുന്നുണ്ട്. കുറച്ച് CNG അല്ല, കൂടുതൽ CNG കുറച്ച് പെട്രോളും ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. വീണ്ടും ഒരു ഡ്രൈവിന് ശേഷം നമ്മൾ അറേബ്യൻ ഗാർഡൻ സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അടിപൊളി ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻറ്റ്, നല്ല പാട്ടുണ്ട്. ഇവിടെ മതിടാ ഇനി വേണോ വരുമ്പോക്കല്ലേ. ഇങ്ങനൊരു സെറ്റപ്പിൽ ഞാൻ ആദ്യം കേട്ടോ. അടിപൊളി. നോക്കി ആ ലൈറ്റും അതിൻ്റെ ആംബിയൻസും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഡൈനിങ് ഹാളും എല്ലാം അടിപൊളിയാ കേട്ടോ. കൊള്ളാം, ഒരു കോസി ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ്. ആംബിയൻസിനുള്ള പൈസ നല്ലപോലെ ഉണ്ട് കേട്ടോ. റേറ്റ് എല്ലാം നല്ല കത്തിയാ. ഇപ്പം ചെറിയൊരു ആവറേജ് ഫുഡ് കഴിച്ചപ്പോഴത്തേക്കിനും നമുക്ക് 2376. പക്ഷേ ഇതിൻ്റെ ആണെന്ന് തോന്നുന്നു. ആംബിയൻസിൻ്റെ പൈസ ഉണ്ട്, ആംബിയൻസിന് നല്ല ആംബിയൻസ് ഉണ്ട്. സാരമില്ല, അപ്പൊ നമുക്ക് പോവാം. വൈഭവ് എത്ര? വൈഭവ് എത്ര? 18 കോള്. എന്റെ അമ്മേ, പോടാ. ചായ ഒരു കോഫിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ഒരു ടീ ബ്രേക്കിന് വന്ന് നിർത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സമയത്ത് 12:05. ആസ് പെർ പ്ലാൻസ് ആയിരുന്നെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അവിടെ എത്തേണ്ടതായിരുന്നു. ഇതിപ്പം നമ്മൾ എങ്ങും എത്തിയിട്ടില്ല. 0% എക്സിക്യൂഷൻ ഓഫ് ദ പ്ലാൻ എന്ന് വേണം പറയാൻ. ഇപ്പം നമ്മളൊരു ടീ ബ്രേക്കിലാണ്. ഏതാണ് സ്ഥലമൊന്നും അറിയത്തില്ല. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ വെളുപ്പാങ്കാലം ആകുമ്പോഴത്തേനും നമ്മൾ തഞ്ചാവൂർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടുന്ന് നമുക്ക് സൺറൈസ് ഒക്കെ കണ്ടിട്ട് അവിടെ ഒന്ന് സെറ്റിൽ ആവാമെന്ന് വിചാരിക്കുന്നു. സമയം എത്രയുടെ? സമയം 4:02 4:02. നമ്മൾ ഒരു 6 മണിക്കൂറത്തെ ലോങ് ഡ്രൈവിന് ശേഷം നമ്മൾ തഞ്ചാവൂർ ഓൾമോസ്റ്റ് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ട്യൂഷനൊക്കെ അവിടുത്തെ അമ്പലമൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ തഞ്ചാവൂർ വന്ന് രാവിലെ ഒന്ന് ഫ്രഷൊക്കെ ആയി നേരെ ഇനി അമ്പലം കാണാൻ വേണ്ടിയിട്ട് പോവാണ്. കൊള്ളാം കേട്ടോ, സൂപ്പർ. മോനെ വന്നപ്പോൾ ഒരു അടിപൊളി വ്യൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ അവിടെ ഒരു മയിലിരിക്കുന്നുണ്ടോ? ഓ സെറ്റ്. ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഇത് ഈ ക്യാമറയിൽ എത്രമാത്രം കിട്ടുന്നെന്ന് അറിയത്തില്ല. പക്ഷേ ഈ നമ്മൾ നേരിട്ടത് കാണുമ്പോഴേ അടിപൊളി. വന്ന സമയം ഇവിടെ ഒരു എന്താണ് ഭയങ്കര അനുഗ്രഹമുള്ള സമയമായിരുന്നു. കാരണം ഇവിടെ അഭിഷേകം നടക്കുന്ന സമയത്താണ് നമുക്ക് ഇവിടെ ദർശനത്തിന് ഒരു ചാൻസ് കിട്ടിയത്. നമ്മളത് കണ്ടു. കുറേ നേരം ഒരു ക്യൂവിൽ നിന്നാൽ പോലും നമുക്ക് ആ ഒരു സാധനത്തിന് നമുക്കൊരു ഭാഗ്യം ഉണ്ടായി. പിന്നെ എന്തോ ഇവിടെ നിൽക്കുമ്പോൾ എപ്പോഴും നമുക്ക് ആ ഒരു പോസിറ്റീവ് ഫീല് ഭയങ്കരമായിട്ടും കിട്ടിക്കൊണ്ടേയിരിക്കും. പിന്നെ ഫോട്ടോ എടുപ്പ് പരിപാടിയാണ്. ബാക്കി പരിപാടിയെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. കമോൺ, ഫോട്ടോ എടുക്കാം. പറഞ്ഞാൽ ഇതൊരു ആർക്കിടെക്ചറൽ അത്ഭുതം തന്നെ കേട്ടോ. കാരണം അത്രയും പഴയ കാലത്ത് ഇത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ബിൽഡിങ് എൻജിനീയറിങ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ശരിക്കും വണ്ടറാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ കണ്ണുകൊണ്ട് അതിനെ നേരിട്ട് നോക്കി കാണുമ്പോഴാണ് എന്തുമാത്രം ഡീറ്റെയിലിങ് ഓരോ ഭാഗത്തും എന്തുമാത്രം ഡീറ്റെയിലിങ് അവർ കൊടുത്തിട്ടുണ്ട്. പക്ക സ്റ്റോണിലാണ്, കല്ലിലാണ് ഇത് ഓരോന്ന് കൊത്തി വെച്ചേക്കുന്നതെന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഈ അത്ര അത്ഭുതം ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും മുകളിലിരിക്കുന്ന ആ ഒരു കല്ല് അതൊരു സിംഗിൾ സ്ട്രക്ചർ. അത്രയും ആ ഒരു സിംഗിൾ സ്ട്രക്ചർ എങ്ങനെയാണോ അതിനത് മുകളിൽ എത്തിച്ചതെന്നൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ ശരിക്കും വണ്ടർ അടിച്ചു പോകും. ഇതൊന്നും ജേണൽ ചെയ്ത് വെക്കാത്തതിൻ്റെ പേരിലായിരിക്കാം നമുക്കിപ്പം ഈ മോഡേൺ ടെക്നോളജിയിൽ ഇത്രയും എക്സൽ ചെയ്ത് നിൽക്കുന്ന സമയത്ത് പോലും നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് സമയം എടുത്ത് ചെയ്യേണ്ടി വരുന്നത്. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ സ്ഥലമാണ്. വന്ന് ഒരു ദിവസം ഫുള്ള് വന്നിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനും ഓരോ കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും ചരിത്രത്തെക്കുറിച്ചും ആർക്കിയോളജിയെക്കുറിച്ചും ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് വന്ന് ഒരു ഡേ ഫുൾ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ സമയം 9:24 ആയിട്ടുണ്ട്. കണ്ടില്ലേ, കത്തി നിൽക്കുകയാണ് ബാക്കിൽ. ആ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. ഇവിടെ ഭയങ്കര ഹാർഷ് വെയിലാണ്. ഹാർഷ് വെയിലെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കുത്തി ഇറങ്ങുന്ന ടൈപ്പ്, ഹ്യൂമിഡ് കണ്ടീഷനല്ല, പക്ഷേ നല്ല ഹാർഷ് വെയിലാണ്. നമുക്ക് പൊള്ളുന്ന ടൈപ്പ് വെയിലാണ്. പക്ഷേ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും ഇതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് മനസ്സിലാക്കാനും പറ്റുന്ന ആൾക്കാർക്ക് ഇവിടെ വന്ന വർത്തായിട്ടുള്ളൊരു ഡേ ഇവിടെ വന്ന് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ആലോചിച്ചു ഇവിടെ വരുമ്പം ഇതായിരിക്കും ഭയങ്കര നമ്മളിത്രയും ഉറങ്ങാതെ ഡ്രൈവ് എടുത്ത് ഇവിടെ വരുന്നത്
നമുക്ക് വർത്താവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ വന്ന് ആ ഒരു ദർശനം കഴിഞ്ഞ് ഇവിടെ പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്നത് കൊള്ളാം. നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ, ഫോട്ടോ ഒക്കെ എടുത്ത് എൻജോയ് ചെയ്ത് നിൽക്കുന്ന കണ്ടില്ലേ, കൊള്ളാം, സൂപ്പറാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ജനറലായിട്ടുള്ളൊരു സാധനമല്ലേ നിൽക്കുന്നത്. നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കുക. ഓരോ ഭാഗത്തും ഡീറ്റെയിലിംഗ് ഉണ്ട് കണ്ടോ. ഓരോ ഭാഗത്തും ഡീറ്റെയിലിംഗ് ഉണ്ട് കണ്ടോ. അതെങ്ങനെ അങ്ങ് ടോപ്പ് വരെ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെയാണ് ഇത് ചെയ്തെടുത്തതെന്നുള്ളൊരു, അത് ശരിക്കും പറഞ്ഞാൽ ഒരു സംഭവം തന്നെ കേട്ടോ. ആംഗിളിൽ വന്ന് നിന്ന് നോക്കുമ്പോഴും ഇങ്ങനെ അമ്പരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതെങ്ങനെയാണ് ഇത്രയും കൺസ്ട്രക്ട് ചെയ്തെടുത്തതെന്ന് നമുക്കിങ്ങനെ ഊഹിക്കാൻ പോലും പറ്റില്ല. കാരണം നോക്കി ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ടോപ്പ് ഭാഗം കാണാൻ പറ്റില്ല. അമ്മാതിരി ഹൈറ്റാണ് ഈ ഒരു കൺസ്ട്രക്ഷന്. ഓരോന്ന് പ്ലേസ് ചെയ്ത് മുകളിലോട്ട് എങ്ങനെയാണ് ഇവരിത് പണിഞ്ഞതെന്ന് ഒരു പിടുത്തമില്ല കേട്ടോ. അടിപൊളി. അയ്യോ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ പിടിക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് സമയം എത്രയാണ്? സമയം 9:46. അപ്പോൾ ഇവിടുന്ന് ഇനിയും വൈൻഡപ്പ് ചെയ്ത് നമ്മൾ നേരെ ഇനിയും പോണ്ടിച്ചേരി പിടിക്കുകയാണ്. ഇനി അതിന് ബിറ്റ്വീൻ നമുക്ക് പോയി ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റ് ചെയ്ത് നേരെ ഇനി പോണ്ടിച്ചേരി റിലാക്സ് ചെയ്ത് വൈകുന്നേരം പോണ്ടിച്ചേരി എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങാനാണ് പ്ലാൻ. ബൈ ഫോർ തഞ്ചാവൂർ ഫോർ നൗ ആൻഡ് നെക്സ്റ്റ് സ്റ്റോപ്പ് പോണ്ടിച്ചേരി.